പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഒരാഴ്ച മുമ്പ് വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന മന്ത്രിമാരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ആ ചാനൽ, ഇത്തരം രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുന്ന ചാനൽ വീഡിയോ ഷെയർ ചെയ്യാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. 9,000-ലധികം ആളുകൾ അത് ഒരാഴ്ചക്കുള്ളിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരാജയപ്പെടാൻ സാധ്യതയുള്ള മന്ത്രിമാരെക്കുറിച്ച് തന്നെയാണ്. എനിക്ക് പരിചയമുള്ള തെക്കൻ ജില്ലയിൽ നിന്നുള്ള CPMൻ്റെ ഒരു ജില്ലാ സമിതി അംഗം നൽകിയിട്ടുള്ള ഒരു രഹസ്യ വിവരമാണിത്. പാർട്ടി തന്നെ നടത്തിയിട്ടുള്ള ചില സർവേകൾ പ്രകാരവും സർക്കാരിന് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സൂചനകൾ പ്രകാരവും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഇത് ശരിയാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനെ കുറിച്ചും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള CPI പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിലെത്തിയ ചടയമംഗലത്ത് നിന്നുള്ള ചിഞ്ചു റാണിയെക്കുറിച്ചും അതുപോലെ പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നിന്നുള്ള MP രാജേഷിനെക്കുറിച്ചും അതുപോലെ തന്നെ കളമശ്ശേരിയിൽ നിന്നുള്ള നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി P രാജുവിനെക്കുറിച്ചുമാണ്. ഇവരിൽ രണ്ട് പേരുടെ പ്രത്യേകത, ഈ P രാജീവും അതുപോലെ തന്നെ MP രാജേഷും എനിക്ക് തോന്നുന്നു ആദ്യമായി അവർ MLAമാരാകുന്നവരാണ്. അതേസമയം ഇവർ രണ്ടുപേരും നേരത്തെ MP മാരായിരുന്നു. അതിൽ MP രാജേഷിനെതിരെ ഒരു പരാതിയുണ്ട്. അദ്ദേഹം MP എന്നുള്ള നിലക്കുള്ള പെൻഷൻ കൂടി കൈപ്പറ്റുന്നു എന്നുള്ള, അത് മറ്റൊരു വിഷയമാണ്. അദ്ദേഹം മന്ത്രി എന്നുള്ള ശമ്പളത്തിന് പുറമെ MP എന്നുള്ള ശമ്പളം കൂടി കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ MP രാജേഷും അതുപോലെ തന്നെ കളമശ്ശേരിയിലെ P രാജീവിനും അവർ ആദ്യമായി MLAമാരാകുന്നു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത. അവർ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കളമശ്ശേരിയിലെ MLA P രാജീവ് വിജയിച്ചിട്ടുള്ളത് 2016 മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി VK ഇബ്രാഹിം കുഞ്ഞ് വിജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ നിന്നാണ്. അതിനു മുമ്പ് VK ഇബ്രാഹിം കുഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ 2001-2006 കാലഘട്ടത്തിൽ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി പദവി ഒഴിഞ്ഞപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പദവി ഏറ്റെടുത്ത VK ഇബ്രാഹിം കുഞ്ഞ് ദീർഘകാലം ഈ കളമശ്ശേരി മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. അപ്പോൾ അത് സാധാരണ രീതിയിൽ കളമശ്ശേരിയിലെ പഴയ മട്ടാഞ്ചേരി UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ P രാജീവ് മത്സരിച്ച് വിജയിക്കുകയാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2016 കൂടുതൽ സീറ്റുകളോടുകൂടി LDF ഭരണ തുടർച്ച ഉറപ്പാക്കിയ ഒരു സമയമായിരുന്നു 2021. അപ്പോൾ ഒന്ന് P രാജീവ് മത്സരിക്കുന്ന ഈ കളമശ്ശേരി മണ്ഡലം LDFൻ്റെ ഒരു സുരക്ഷിത മണ്ഡലമല്ല. അവിടെ നേരത്തെ UDF വിജയിച്ചുകൊണ്ടേയിരുന്ന മണ്ഡലമാണ്. അദ്ദേഹം ആദ്യമായി MLA ആയതാണ്. അദ്ദേഹം കളമശ്ശേരിയിൽ നിന്ന് തന്നെ മത്സരിക്കുകയാണെങ്കിൽ പരാജയപ്പെടാനാണ് സാധ്യത. ഒരുപക്ഷെ ഇതുപോലെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പാർട്ടിക്ക് ഉറപ്പ് ഉള്ള ചില മന്ത്രിമാരെ മത്സരിപ്പിച്ചേക്കാനിടയില്ല. മുമ്പ് മത്സരിപ്പിക്കുമെന്ന് മുമ്പ് കേട്ടിരുന്നു. പക്ഷേ മുമ്പ് പല തെരഞ്ഞെടുപ്പുകളിലും CPIMനെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകൾ മത്സരിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ പരാജയപ്പെട്ടു എന്നുള്ള അത് ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുക ജയോപരാജയ പ്രശ്നമല്ല എന്നൊക്കെ അവർക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ MP രാജേഷിൻ്റെ കാര്യമാണ്. അപ്പോൾ MP രാജേഷിൻ്റെയും P രാജീവിൻ്റെയും കോമൺ ആയിട്ട് അവരുടെ ഇടയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആദ്യമായി മന്ത്രിമാരാവുന്നതാണ്, ആദ്യമായി MLAമാരാവുന്നതാണ്. അവർ രണ്ടുപേരും മത്സരിച്ച് വിജയിച്ചത് UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതുപോലെ തൃത്താല മണ്ഡലം, ഈ പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലം, അവിടെ 2011-ലും 2016-ലും നമ്മുടെ ഈ VT ബൽറാം ആയിരുന്നു അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് നമ്മുടെ
പി രാജീവ് വിജയിച്ചിട്ടുള്ളത് 3016 വോട്ടുകൾക്ക് മാത്രമാണ്. 3016 വോട്ടുകൾക്ക് മാത്രമാണ് പി രാജീവ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ തുടർന്ന് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അവിടെ മുമ്പ് തൃത്താല മണ്ഡലത്തിൽ നിന്നും VT ബൽറാം മത്സരിക്കുമ്പോൾ അദ്ദേഹം അവിടെ 10,547 വോട്ടിന് വിജയിച്ചിരുന്ന മണ്ഡലമാണ്. അദ്ദേഹം AKGയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളും സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളുമാണ് MP രാജേഷിന് അവിടെ വിജയമുറപ്പിച്ചത്. ഇപ്പോൾ കളമശ്ശേരിയെക്കുറിച്ചും അതുപോലെ തന്നെ ചടയമംഗലത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ഈ മന്ത്രിമാർ പരാജയപ്പെടുന്നത് ആറന്മുള മണ്ഡലമായിരിക്കും. ഈ ആറന്മുള മണ്ഡലം 2011 കോൺഗ്രസിൽ നിന്നുള്ള K. ശിവദാസൻ നായർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അവിടെ 2016 7,646 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചത്. 2021 അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ആറന്മുളയിൽ നിലനിൽക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അവർ ആ വകുപ്പിനെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ അവർ കഴിഞ്ഞ തവണ നിയമസഭയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ വീണ ജോർജിന് ആ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ വലിയൊരു പരാജയമാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളും അവരുടെ പ്രവർത്തന രീതിയിൽ അസംതൃപ്തരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, നമ്മുടെ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നുള്ള നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലാണ് പരാജയപ്പെടാൻ പോകുന്ന ഒരു മന്ത്രി. അദ്ദേഹം അവിടെ അത്ര വലിയൊരു ജനപ്രിയനല്ല എന്നുള്ളതിൻ്റെ തെളിവ് ആ മണ്ഡലത്തെ മുമ്പ് പ്രതിനിധീകരിച്ചിരുന്ന ഐഷ പോറ്റി അവിടെ ഒരിക്കൽ വിജയിച്ചത് 42,632 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു. അതുപോലെ മറ്റൊരിക്കൽ 2 തവണ അവർ വിജയിച്ചപ്പോൾ ഒരിക്കൽ അവർ വിജയിച്ചിരിക്കുന്നത് 20,592 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ ഈ ബാലഗോപാൽ അവിടുന്ന് വിജയിച്ചപ്പോൾ അത്ര വലിയൊരു ഭൂരിപക്ഷത്തിനല്ല വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ ഇനെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു പൊതു പ്രതീതി ഇവിടെയുണ്ട്. സംസ്ഥാനം വലിയ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത വർദ്ധിച്ചു. അതിന് കേന്ദ്രത്തെ വരെ കുറ്റം പറയായിരിക്കും. പക്ഷേ അതിനകത്ത് ഈ ധനകാര്യ വകുപ്പിന് ഈ സംസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് പങ്കുണ്ടെന്നുള്ളതാണ്. അതേ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ 2001 നായനാർ മന്ത്രിസഭ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായത് T. ശിവദാസ് മേനോൻ കൈകാര്യം ചെയ്തിരുന്ന എക്സൈസ് ധനകാര്യ വകുപ്പുകളും PJ ജോസഫ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പാണ്. PJ ജോസഫ് അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ശിവദാസ് മേനോൻ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള CPMൻ്റെ നേതാവ് ശിവദാസ് മേനോൻ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമില്ല 2001. അപ്പോൾ ഏകദേശം ആ സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 2001 ശിവദാസ് മേനോന് ഉണ്ടായിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ ഈ ബാലഗോപാലിന് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് പരാജയപ്പെടാനിരിക്കുന്ന മന്ത്രിമാർ ഒന്ന് KN ബാലഗോപാൽ, വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, എറണാകുളം ജില്ലയിൽ നിന്നുള്ള നിയമസഭയിലെത്തിയ കളമശ്ശേരിയിൽ നിന്നെത്തിയ നമ്മുടെ P. രാജീവ്, അതുപോലെ തൃത്താലയിൽ നിന്നുള്ള നമ്മുടെ MP രാജീവ്. പിന്നെ ചിഞ്ചു റാണിയെക്കുറിച്ച് നമ്മൾ പറയാൻ കാരണം ഈ ഐഷ പോറ്റിയും അതുപോലെ തന്നെ ബാലഗോപാൽജിയും തമ്മിലുള്ള കമ്പാരിസൺ പോലെ തന്നെ ചിഞ്ചു റാണിക്ക് മുമ്പ് ആ മണ്ഡലത്തെ ചടയമംഗലം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തിരുന്നത് CPIയിൽ നിന്ന് മുൻ മന്ത്രിയായ മുല്ലക്കര രത്നാകരനായിരുന്നു. ഈ മുല്ലക്കര രത്നാകരൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും വലിയൊരു മാർജിനിൽ വിജയിക്കാൻ ചിഞ്ചു റാണിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ
ഇവരിൽ പലരും ഇപ്പോൾ ചിഞ്ചു റാണി ആണെങ്കിലും ബാലഗോപാൽ ആണെങ്കിലും അതിനു മുമ്പുണ്ടായിരുന്ന അവിടുത്തെ ജനപ്രതിനിധിയേക്കാൾ ലെസ് പോപ്പുലറാണ്. അവർ കുറഞ്ഞ ജനപ്രീതിയുള്ള ആളുകളാണ്. അവർക്ക് അവർ ഇപ്പോൾ ചിഞ്ചു റാണിയും ബാലഗോപാലും പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ അവർ MLA-മാരാകുന്നതിന് മുമ്പ് ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന നേതാക്കളുടെ അത്രയും വലിയ മാർജിനിൽ എല്ലാവരും വിജയിച്ചു വന്നിട്ടുള്ളത്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ MP രാജേഷിൻ്റെയും P രാജീവിൻ്റെയും കാര്യത്തിൽ അവർ മത്സരിച്ചിരിക്കുന്നത് ശക്തമായ UDFൻ്റെ ഉറച്ച കോട്ടകളിലാണ്. അത് 2021 സംസ്ഥാനത്തുടനീളമുണ്ടായിരുന്ന 2016 മികച്ച വിജയം LDFന് സമ്മാനിച്ച ഒരു ഘട്ടത്തിൽ തൃത്താല കാര്യത്തിൽ പ്രത്യേക കാരണങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചതാണ്. അവർ നിലവിൽ അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. മറ്റൊന്ന് ആറന്മുളയിലെ വീണ ജോർജാണ്. അവർ നിരന്തരം വിവാദത്തിൽപ്പെടുകയും ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വകുപ്പാണ്. ജനങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അത് എത്രമാത്രം നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനങ്ങൾ ഉറപ്പുവരുത്തി എന്നുള്ളതും ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള അവരുടെ ഒരു പ്രകടനവും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസും MLA എന്ന നിലയിൽ ആറന്മുളയിൽ അവരുടെ പെർഫോമൻസും ഒരു ബിലോ ആവറേജ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഏറ്റവും അവസാനം റിപ്പോർട്ടർ ലൈവ് പുറത്തുവിട്ടിട്ടുള്ള സർവേ പ്രകാരവും ഈ മന്ത്രിമാരുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച മന്ത്രിമാരുടെ കൂട്ടത്തിൽ വളരെ പുറകിലാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടും അതുപോലെ തന്നെ തെക്കൻ ജില്ലയിൽ നിന്നുള്ള ഒരു CPMൻ്റെ ജില്ലാ സമിതി അംഗം നൽകുന്ന രഹസ്യ വിവരവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ 4 മന്ത്രിമാർ തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ളതാണ്. ബാക്കി ചില മന്ത്രിമാരെക്കുറിച്ച് നമുക്ക് മലബാറിലെ മന്ത്രിമാരെക്കുറിച്ചുമൊക്കെ അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന മന്ത്രിമാരെക്കുറിച്ചുമൊക്കെ നമുക്ക് പിന്നീട് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.